ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അലീനയുടെ വെഡ്ഡിങ് ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിത് എല്ലാം പാക്ക് ചെയ്ത് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 3/4 മണിക്കൂറത്തേക്ക് യാത്രയുണ്ട് അലീനയുടെ വീട്ടിലേക്ക്. അപ്പോൾ അലീനയുടെ എൻഗേജ്മെൻറ്റ് മേക്കപ്പും നമ്മൾ തന്നെയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അന്നത്തേനേലും കുറച്ചും കൂടി നേരത്തെ റെഡിയായി കഴിയണം എന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതുകൊണ്ട് നേരത്തെ തന്നെ എത്തി മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അലീന പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻഗേജ്മെൻറ്റ് മേക്കപ്പ് അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ആൻറ്റിമാരായാലും അമ്മയാണെങ്കിലും എല്ലാവരും നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഒട്ടും ഓവറായിട്ടായിരിക്കും തോന്നിയിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ വൈകുന്നേരം വരെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്തു എന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ അവർ ചെയ്തിട്ടും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമായി. അപ്പോൾ അതുപോലെ തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈറ്റായിട്ട് ആൾക്ക് ഒരുപാട് പുട്ടിയിട്ട എഫക്റ്റ് വരരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അതുപോലെ തന്നെ കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് മേക്കപ്പ് ഇവിടെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഹെയർ സ്റ്റൈലിലേക്കാണ്. ഹെയർ സ്റ്റൈല് അലീന ഒരു റെഫറൻസ് പിക്ക് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ആളുടെ ഫേസിന് ചേരുന്നുണ്ടോ ഇല്ലെങ്കിൽ മാറ്റി വേറെ ചേരുന്ന രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ കെട്ടി വന്നപ്പോഴത്തേക്കും ആൾക്ക് ഓക്കെയാണ്, ഇത് മതിയെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ നമ്മൾ അത് ഫിക്സ് ചെയ്തു, ഫുള്ള് സ്റ്റൈൽ ചെയ്തൊക്കെ കെട്ടി. ഇനി ബാക്കിലെ ബണ്ണും കൂടി നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഹെയർ സ്റ്റൈൽ ഞാൻ മേക്കപ്പ് ചെയ്യുന്ന ടൈമിൽ തന്നെ മരിയ ക്രിമ്പ് ചെയ്ത് വെക്കുന്നത് കൊണ്ടിട്ട് തന്നെ സമയം ഒരുപാട് നമുക്ക് അങ്ങനെ പോകില്ല. അത് എനിക്ക് നല്ലൊരു ഹെൽപ്പാണ്. മരിയയും ഇതിനെയും എൻ്റെ കൂടെ ഉള്ളത് എല്ലാത്തിനും ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ. പിന്നെ എടുത്ത് പറയാനായിട്ടുള്ളത്, അലീനയുടെ ഹെയറിൽ വെക്കാനുള്ള ഈ പേളിൻ്റെ ആക്സസറീസ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. എനിക്ക് ഒരുപാട് കടയിൽ കയറി നോക്കിയിട്ടും ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല, നല്ലൊരു ഭംഗി തോന്നിക്കുന്നില്ല. ഒരുപാട് ഹെവി ആയിട്ടുള്ള ആക്സസറീസ് ഒന്നും വേണ്ടാന്ന് അലീന പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ അയച്ചു തന്ന റെഫറൻസ് പിക്കിലാണെങ്കിലും ലൈറ്റായിട്ട് ചെറിയ പേഴ്സിൻ്റെ ആക്സസറീസ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഷോപ്പിൽ പോയപ്പോഴൊക്കെ ഹെവിയാണ് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാമെന്ന്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇതുപോലത്തെ കുട്ടി കുട്ടി ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ ക്രിസ്ത്യൻ ബ്രൈഡ്സിന് മിക്കവരിക്കും എൻ്റെ കൈ വെച്ചിട്ട് ഉണ്ടാക്കിയ ആക്സസറീസ് തന്നെ ഉണ്ടോ വെച്ച് കൊടുക്കാറ്. അപ്പോൾ ഇതെല്ലാം പല പല പീസായിട്ടാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്ത് കഴിയുമ്പോഴാണ് ഞാൻ ഹെയറിൽ വെച്ച് നോക്കി എങ്ങനെ വെക്കണമെന്ന് തീരുമാനിച്ചിട്ട് യൂപ്പിന് വെച്ച് സെക്യൂർ ചെയ്ത് വെക്കുന്നത്. അങ്ങനെ നമ്മുടെ ബ്രൈഡിൻ്റെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. ഐ മേക്കപ്പ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ എൻഗേജ്മെൻറ്റിന് കുറച്ചും കൂടി ലൈറ്റായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് കുറച്ച് സ്മോക്കി എഫക്റ്റൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എടുത്തു പറയാനായിട്ടുള്ളത് അലീനയുടെ ഡ്രസ്സിനെ പറ്റിയിട്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെയിലിൽ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും അതുപോലെ അവരുടെ വെഡ്ഡിങ് ഡേറ്റും ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഈ ഹെയർ സ്റ്റൈലിന് പക്ക മാച്ചായിരുന്നു ഈ ഹെയർ ആക്സസറീസ്. ഞാൻ വീട്ടിലിരുന്ന് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ മിഥുനക്കും മരിയക്കും ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഇത് എങ്ങനെ വെക്കാനാണെന്ന്. ലാസ്റ്റ് ഹെയറിൽ വെച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അലീന എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 9 മണിക്ക് ഫോട്ടോഗ്രാഫർമാർ വരും, അതിനുള്ളിൽ റെഡിയായി കഴിഞ്ഞാൽ മതിയെന്ന്. പക്ഷെ നമ്മൾ 8 മണിക്ക് തന്നെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 മണിക്കൂർ വെറുതെ ഇരിക്കണമായിരുന്നു. അപ്പോൾ എനിക്ക് ഇനി സെക്കൻഡ് സാരിക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി അവളുടെ കൂടെ തന്നെ പള്ളിയിലേക്ക് പോകണം. പറഞ്ഞതിനേലും 1 മണിക്കൂർ മുമ്പേ തന്നെ മേക്കപ്പ് കഴിഞ്ഞുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വീഡിയോയും ഫോട്ടോസും എടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നു. പിന്നെ അമ്മക്കൊന്ന് സാരി ഉടുപ്പിച്ച് കൊടുക്കണമായിരുന്നു, അതും നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തു. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ്, ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇനി ഇവളെ വീട്ടിലേക്ക് വിട്ടിട്ട് വേണം നമുക്കിനി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് പള്ളിയിലേക്ക് പോകാനായിട്ട്. ഇനി പള്ളിയിൽ പോയിട്ടുള്ള സെക്കൻഡ് സാരി ചേഞ്ച് ചെയ്യണതും പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വരുന്നുണ്ട് വെഡ്ഡിങ് കൂടാനായിട്ട്. അതെല്ലാം കൂടിയിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മേക്കപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. മേക്കപ്പിന് വേണ്ടി ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടാവും, അതിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി കേട്ടോ.